तेजस्विनावधीतमस्तु मा विद्विषावहै। ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യമേ തന്നെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷി പരമ്പരയുടെ പദങ്ങളിൽ സർവാത്മന സമർപ്പിച്ചുകൊള്ളട്ടെ. ഏറ്റവും സന്തോഷമാർന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിപാദങ്ങളുടെ 90ാമത് ജയന്തി നവതി ആഘോഷം കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിനകത്തും പുറത്തും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികളോടുകൂടി ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് നമ്മളെല്ലാവരെയും ഇന്നിവിടെ ഒത്തുചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ കന്നിമാസത്തിലെ പുണർന്നം മുതൽ അടുത്ത വർഷം കന്നിമാസത്തിലെ പുണർന്നം വരെ 2025 ഒക്ടോബർ മുതൽ 2026 ഒക്ടോബർ വരെയുള്ള ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികളാണ് വിവിധ ഇടങ്ങളിൽ നടന്നു വരുന്നത്. അതിൻ്റെ പദ്ധതികളാണ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നടക്കുന്നതിന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എല്ലാ ജില്ലയിലും ഒരു ഹിന്ദു കുടുംബ സമീക്ഷ നടത്തണമെന്നുള്ളതാണ് ആശ്രമത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തീരുമാനം. അതിൻ്റെ കാരണം നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബമാവട്ടെ, വ്യക്തി ജീവിതത്തിലാവട്ടെ, സാമൂഹിക ജീവിതത്തിലാവട്ടെ, നമ്മളെല്ലാവരും ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്കാകുലരായിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പില്ലായ്മയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും എതിരഭിപ്രായവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പൂജനീയ ഗുരുനാഥൻ എത്രയോ വർഷങ്ങൾക്ക് 30-35 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബസമിതി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് തരികയും 20 കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഓരോ കുടുംബത്തെയും ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതൊക്കെ നമ്മൾ നടത്തി വരികയും ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും നമുക്ക് ചില അപജയങ്ങൾ സംഭവിക്കുകയും അതിനെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ള പരമാർത്ഥം മുന്നിലിരിക്കെ തന്നെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ എല്ലാം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സ്വാമി തൃപാദങ്ങൾ നൽകിയിട്ടുള്ള ആ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാത്തത് കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സമാജം ഇന്ന് നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാ ദിവസവും കാണുന്ന വാർത്തകൾ അത്തരത്തിലുള്ള ഭീതിതമായിട്ടുള്ള അന്തരീക്ഷമാണ്. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ജീവിത ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ ഇല്ലാത്ത രീതിയിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയില്ല. കുടുംബ ശൈഥില്യവും അതുപോലെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസുകളുമൊക്കെ ഹിന്ദു കുടുംബങ്ങളെയാണ് സാരമായി ബാധിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ്. ഏറ്റവും അടുത്ത ദിവസം നമ്മൾ കണ്ടു, കായംകുളത്ത് ഒരു അഡ്വക്കേറ്റ് തൻ്റെ പിതാവിനെ വെട്ടുകത്തി കൊണ്ട് വെട്ടി കണ്ണെല്ലാം പുറത്തു വന്ന കാഴ്ച നമ്മൾ കണ്ടു. വിവരമില്ലാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല. ആ യുവാവ് അടിമപ്പെട്ടത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടാണ് ചെയ്തത്. ആ യുവാവ് പിറ്റേ ദിവസം പോലീസുകാരനോട് പറഞ്ഞത് അത് അച്ഛനാണ് അമ്മയാണെന്ന് അറിയില്ലായിരുന്നു, ഒരു ഡെമ്മിയാണ് എന്നാണ് എനിക്ക് തോന്നിയത് എന്നാണ്. അത്തരത്തിൽ ലഹരിയുടെ പിടിയിൽ അകപ്പെട്ട് കൊണ്ടുപോകുന്ന പുതിയ തലമുറ, അതുപോലെ ധാർമ്മിക സംസ്കാരമില്ലാത്തൊരു തലമുറ, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് യാതൊരു തരത്തിലും വിവേചന ബുദ്ധിയില്ലാത്ത, കുടുംബ ബന്ധങ്ങളെ പ്രാധാന്യം അറിയാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ പുതിയ തലമുറ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഏവരും ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അവിടെയാണ് ഹിന്ദു കുടുംബ സമീക്ഷ എന്ന ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ശ്രീരാമദാസ ആശ്രമത്തിന്റെ മിഷൻ പ്രസ്ഥാന നേതൃത്വത്തിൽ ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലുടനീളം നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് 4 ചതുർവിധ ഉപാധികളാണ്. സ്നേഹം, ഐക്യം, ശക്തി, ശാന്തി എന്നുള്ള 4 ചതുർവിധ ഉപാധികളാണ് ഹിന്ദു കുടുംബ സമീക്ഷ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. കാരണം നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് കുടുംബങ്ങളിൽ ഇന്ന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുന്നോട്ട് വെക്കേണ്ടത് കുടുംബങ്ങളിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് കുടുംബങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ടാവുകയുള്ളൂ. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എന്ന് വേണ്ട, ആ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളും തമ്മിലൊരു ഐക്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ആദ്യം